എന്താണ് വായം പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ്. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിനി ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമായി ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡിൽ. നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സർ. സാറല്ല, മനു. താങ്ക് യു മനു. അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോൾ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവരുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡാറ്റ കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രയുള്ളൂ. ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ടിറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിനൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനായി പിശുക്ക്? അഖില സാറിന്റേതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാണാ നീ. അസറ്റ്. താങ്ക്സ്. അഖില, എന്തിനായിരിക്കും കിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. എന്തോ വിശേഷം ഉണ്ടല്ലോ. I don't know. എന്തൊക്കെ ചെയ്തൊക്കെ? മിസ് അഖില മേനോന് പിറന്നാൾ സമ്മാനം. അതിന് ഇന്നെന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ മനുസാർ അറിഞ്ഞു. ദാറ്റ് ഈസ് മനുസാർ. മനുസാറിന്റെ വകയാണ് ഇതെല്ലാം. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കും. അതൊരു നമ്പറാ. നമ്പറോ? അതുപോലെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റാർക്കില്ലാത്തൊരു ക്വാളിറ്റി. തീർന്നിട്ടില്ലാതെ ഇതും കൂടി ഉണ്ട്. മാനത്ത് തെളിയുന്ന മാരിവില്ല് പോലെ മനോഹരിയായ ഈ മുത്തിന് മനുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മനുസാർ എഴുതിയതാണോ? ഏയ്, ഞാൻ എഴുതിയത്. ജസ്റ്റ് ജോക്കിംഗ്. മനുസാറിന്റെ ബിസിനസ് ഹൃദയത്തിന്റെ ഒരു കോണിൽ കവിഭാവനയുള്ള ഒരു കലാകാരനുണ്ട്. I can't believe it. Oh, you have to. Many happy. Hello. ഹാപ്പി ബർത്ത്ഡേ അഖില. Thank you, Manu. ഇറ്റ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ് അല്ലേ? മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ? സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷം കൊണ്ടല്ലേ ആ പെണ്ണിനെ കയ്യിലെടുത്തത്. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട. ചില ചില്ലറ പൊടിക്കൈകൾ മതി. ആദ്യം നമ്മളൊരു ജെന്റിൽമാനാണെന്ന തോന്നലുണ്ടാക്കണം. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഒന്ന് പുകഴ്ത്തി പറയണം. മൂന്നാമതായിട്ട് കുറച്ച് ചില്ലറ എറിയണം. സംഗതി ക്ലീൻ. പക്ഷെ ഇതൊരു റെയർ കേസാ. ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉള്ള പെൺകുട്ടിയാണ് അഖില. വർമാജി നോക്കിക്കോ, ഞാൻ അഖിലെ ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാക്കി മാറ്റും. ഓ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ ലേക്ക് സൈഡിൽ കാത്തിരിക്കും. ചെറിയൊരു കറക്കം. ഓൾ ദി ബെസ്റ്റ് സാർ. യു ആർ എ ലക്കി മാൻ. താങ്ക് യു. നോ മെൻഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പൊ വർമാജി എല്ലാം പറഞ്ഞതുപോലെ. തന്നോടല്ലോ മരുമോനെ എങ്ങോട്ട് അത്ര തിടുക്കത്തില്ല. അത് പിന്നെ രഞ്ജു കാത്തിരിക്കും. ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നാലേ രഞ്ജു കാത്തിരിക്കില്ല. അവള് കരാട്ട പഠിക്കാൻ പോയി. കരാട്ട പഠിക്കാനോ? എന്തിന്? പലയൻ അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നു. ദുഃഖിതരും പീഡിതരുമായ അബലകൾക്ക് കരുത്തു പകരാനായിട്ട് വിമൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്. രഞ്ജുവിനെ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്. അവൾക്കെന്ത് ദുഃഖം, അവൾക്കെന്ത് പീഡനം? ദുഃഖിക്കുന്നത് ഞാനല്ലേ, അവളെ നിനക്ക് കിട്ടിച്ചു തന്നതിൽ. ഏതായാലും മരുമോൻ ഇരിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നാളെ പോരെ?
വേറെ ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കളിയ. വല്യച്ഛൻ വല്ലപ്പോഴും തരുന്ന അപ്പോയിന്റ്മെന്റ് അല്ലേ? ബാലു, നീ പരിധി വിടുന്നു. അളിയൻ പരിധിക്ക് പുറത്തു പോകാതെ ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് പോ. എന്താണ് അമ്മാവ ഭാവി കാര്യം? അമ്മാവ, ഭാവി കാര്യം പറഞ്ഞു കൊടുക്ക്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വല്യച്ഛന് പറയേണ്ടി വരും. അളിയൻ ഇരിക്കും. അത്യാവശ്യമായിട്ട് ചില കാര്യം. ഇരിക്കണ അവിടെ. ഹേയ്, പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിലൊരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുമ്പി. ഓക്കെ, ബൈ. ഹലോ, ഇവിടെ ഇവിടെ. കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനുവാ? മനു സാറെന്ന് വിളിക്ക്. ആ, ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു വേണ്ട, മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ എന്ത് പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. അയ്യോ, എവിടെ കളഞ്ഞു? ഞാൻ എടുത്തു തരാലോ. നോൺസെൻസ്. അഖില, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഏയ്, രൂപ. പിന്നെ പൊട്ടറ്റോ ചിപ്സ് 500, ഐസ്ക്രീം 1500 രൂപ. കുട്ടികള് 50 പേര്. അല്ല വേണ്ട, ഓവറാക്കണ്ട, 35 മതി. ഒരാൾക്ക് 100 രൂപയുടെ ചോക്ലേറ്റുകളാകുമ്പോൾ 3500. ആകെ മൊത്തം ടോട്ടൽ 9999. ലാഭം 9000 രൂപ. കൊള്ളാലോ. തൽക്കാലം ഇത്രയും മതി. മനുഷ്യനെ ആർത്തി പാടില്ല. സോറി സോറി സോറി. വേണമെങ്കിൽ ഒരു 100 വട്ടം സോറി പറയാം. ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി. അതാ ഞാൻ കിച്ചുവിനെ അയച്ചത്. എന്നോട് പിണങ്ങല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. മനുവിന്റെ തിരക്ക് എനിക്കും അറിയാവുന്നതല്ലേ. സമയം കളയാൻ കിച്ചുവിന്റെ കമ്പനി നല്ലതാ. ഹീസ് സോ ഫണി. എന്താ? അല്ല, ഇവിടെ പറഞ്ഞതാ. ആ, അപ്പോ നാളെ എപ്പോഴാ കാണുക? എപ്പോ വേണേലും കാണാലോ. ഞാൻ ഫ്രീ ആണ്. സമയം ഫിക്സ് ചെയ്തോളൂ. നാളത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ വരും, തീർച്ചയായും. കിച്ചുവിനെ അയക്കില്ല. ഓക്കെ. അയ്യോ, ഫോൺ വെക്കല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനു മുൻപ് ടെൽ മീ സംതിങ് സ്വീറ്റ് ഇപ്പോഴോ? പ്ലീസ്. എന്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. ഐ ലവ് യു. നിനക്കെന്താ വട്ടുപിടിച്ചോ? വട്ടുപിടിച്ചത് എനിക്കല്ല, മനുവേട്ടനാ. ഈ പറഞ്ഞതാ ഫോണിൽ കൂടെ അപ്പുറത്ത് കേട്ട് കാണില്ലേ? കേക്കട്ടെ. പാതിരാത്രിയില്ല ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. ആ മനുവേട്ട, ഒരു കാര്യം കേൾക്കണോ? ഇന്നിവിടെ അച്ഛനും ബാലുവേട്ടനും തമ്മിൽ പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു. എന്ത് ഡിസ്കഷൻ? മനുവേട്ടന്റെ പോക്ക് ശരിയല്ലെന്നും ഒരു കടിഞ്ഞാണിടണമെന്നും ബാലുവേട്ടൻ. അച്ഛനല്ലേ ആള്. നീ എന്താ കേട്ടെന്ന് പറ. അങ്ങനെ കടിഞ്ഞാണിടണമെന്ന് തോന്നിയാ ആ നിമിഷം ചേട്ടനെ കമ്പനിന്ന് പുറത്താക്കുമെന്നും എന്നെ ആ സിംഗപ്പൂർ കോന്തനെ കൊണ്ട് കെട്ടിക്കൊന്നും അച്ഛൻ. മനുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? നിന്നെ വേറെ കെട്ടിക്കാനോ? അതോർക്കുമ്പോഴാ ചിരി. കമ്പനി പോണെങ്കി പോട്ടെ, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈറ്റ് അണയ്ക്കട്ടാ.